ദൈവത്തിൻ സ്നേഹത്തിലാഴമിത് വന്നിപ്പനാവിനാലാവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാൻ കരുതൽ എന്നു ഓർത്തിടും വധുവയാ. ദൈവത്തിൻ സ്നേഹത്തിലാഴമിത് വന്നിപ്പനാവിനാവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാൻ കരുതൽ എന്നു ഓർത്തിടും വധുവയാൽ. കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. നിന്നകലേറിടും വേളകളിൽ പഴുഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മാനം കരുന്നവൻ താങ്ങിടും നിത്യവും കരത്താ. നിന്നകലേറിടും വേളകളിൽ പഴുഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മാനം കരുന്നവൻ താങ്ങിടും നിത്യവും കരത്താ. കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. ഉറ്റവരേവരും കൈവിടുമ്പോ മരണത്തിൽ താഴ്വര പോയിടുമ്പോ തെല്ലും ഭയമേനിക്കില്ല. ഉറ്റവരേവരും കൈവിടുമ്പോ കൂട്ടിനവേനെന്റെ കൂടെ വരും. മരണത്തിൽ താഴ്വര പോയിടുമ്പോ തെല്ലും ഭയമേനിക്കില്ല. കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. ആയിരമായിരം നന്മകൾ പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോ താരമില്ലീ ക്ലേശം മാറിയിടും. നാവേനാവേനെന്നും കൂടെയുണ്ട്. ആയിരമായിരം നന്മകൾ പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോ താരമില്ലീ ക്ലേശം മാറിയിടും. നാവേനാവേനെന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. സങ്കീർത്തനങ്ങൾ 5:7 വാക്യം. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിനു നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബുദ്ധിമാന്മാരുടെ ആരാധന എന്നൊരു വിഷയമാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാം സൃഷ്ടിതാവായ ദൈവത്തെ ഏതെങ്കിലും നിലവാരത്തിലൊക്കെ ആരാധിക്കുന്നവരാണ്. മനുഷ്യരെല്ലാം വ്യത്യസ്ത നിലയിലും ഭാവത്തിലും ആരാധന അർപ്പിക്കുന്നവരാണ്. എന്നാൽ ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആരാധന അത് ബുദ്ധിപൂർവമായ ആരാധനയാണ്. വിളിക്കപ്പെട്ടവരായ ദൈവമക്കൾ പിതാവാം ദൈവത്തെ നിന്ദിക്കുന്ന ആരാധന
അർപ്പിക്കുന്നവരാകരുത് എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലന്റെ ശക്തമായ ഉപദേശം. ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണത്. അവിടെ പറയുന്നത് ബുദ്ധിയുള്ള ആരാധന സമർപ്പിക്കണമെന്ന്. ബുദ്ധിയുള്ള ആരാധന അർപ്പിക്കുന്നവനാണ് യഥാർത്ഥ സത്യാരാധനക്കാരൻ. അവൻ്റെ ആരാധന ദൈവം സ്വീകരിക്കുകയും ചെയ്യും. ബുദ്ധിയുള്ള ആരാധനക്കാരൻ ദൈവകൃപയുടെ ബഹുത്വം മനസ്സിലാക്കുകയും അതിനൊത്തവണ്ണം ദൈവകൃപ പ്രാപിക്കുകയും ചെയ്ത് ദൈവസന്നിധിയിലേക്ക് ഭക്തിയോടെ അടുത്തു ചെന്ന് ആരാധിക്കുന്നവനാണ്. ആരാധിക്കുന്നവൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ബുദ്ധിമാനാണ്. അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അവൻ ബുദ്ധിമാനാകുന്നതും ബുദ്ധിയുള്ള ആരാധന അർപ്പിക്കുന്നവനാകുന്നതും ചില പ്രത്യേക കാരണങ്ങളാലാണ്. ദൈവം ആ കാരണങ്ങളെ മാനിക്കുന്നു. പ്രിയരെ, ആരാധകൻ ബുദ്ധിയുള്ളവനാകുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നതിലൂടെയാണ്. ഏതെങ്കിലുമൊക്കെ നിലവാരത്തിൽ ആരാധിക്കുന്നവരൊന്നും ബുദ്ധിമാന്മാരാകാത്തതിനും കാരണം അവർ സത്യദൈവത്തെ അന്വേഷിക്കാതെ തന്നെ കാണുന്നതിനെ എങ്ങനെയെങ്കിലും ഒക്കെ ആരാധിക്കുന്നു എന്നുള്ളതിനാലാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഇതിൽ നിന്നും വ്യക്തമാക്കപ്പെടുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവനും അനുസരിക്കുന്നവനും ബുദ്ധിമാനാണ്, അന്വേഷിക്കാത്തവൻ ദൈവത്തെ അനുസരിക്കാത്തവൻ മൂഢനാണ് എന്നുമല്ലേ. ബുദ്ധിമാന്റെ ലക്ഷണത്തെക്കുറിച്ച് യേശുകർത്താവും പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു എന്ന് മത്തായി 7-ാമത്തെ അധ്യായത്തിൽ കർത്താവ് വ്യക്തമായി ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഗിരിപ്രഭാഷണം പറഞ്ഞവസാനിപ്പിക്കുന്ന സമയത്ത് കർത്താവ് ശക്തമായി വ്യക്തമാക്കുന്നു, വചനം കേട്ട് അനുസരിക്കുന്നവനാണ് ബുദ്ധിമാൻ. തന്നെയുമല്ല, സ്വർഗീയമായ പ്രത്യാശ ഒരുവനിൽ നിറഞ്ഞിരിക്കുന്നതിനാൽ ഒരു വിശ്വാസി ബുദ്ധിമാനായിരിക്കുമെന്ന് തിരുവചനം പറയുന്നു. പ്രത്യാശയുള്ളവർ ബുദ്ധിയുള്ള ആരാധനക്കാരാണ്. സദൃശവാക്യങ്ങൾ വായിക്കുന്നത്, ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴോട്ടുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും എന്നതാണ്. പ്രിയരെ, പാതാളം ഒഴിഞ്ഞു മാറി നടക്കുവാൻ അവൻ കാണപ്പെടാത്ത ദൈവത്തിൽ ആശ്രയിച്ച് കാണപ്പെടാത്തതും എന്നാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നതുമായ നിത്യപട്ടണത്തെ, സ്വർഗീയ യെരുശലേമിനെ തന്നെ കാംക്ഷിച്ച് ഭൂമിയിലുള്ള ജീവിതയാത്ര ചെയ്യുന്നവനാകിയാൽ അങ്ങനെയുള്ളവൻ ബുദ്ധിമാനല്ലാതെ മൂഢനാകുന്നത് എങ്ങനെയാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ബുദ്ധിയുള്ള ആരാധന അർപ്പിക്കുന്നവൻ സത്യാരാധനക്കാരനാകയാൽ അവനിലുള്ള പ്രത്യേകതകൾ ഇപ്രകാരമൊക്കെ ഉള്ളതാണ്. അവൻ ദൈവദൃഷ്ടിയിൽ ബുദ്ധിയുള്ള ആരാധനക്കാരനാകയാൽ അവൻ്റെ ആരാധന ദൈവം സ്വീകരിക്കുവാൻ യോഗ്യതയുള്ളത് തന്നെയാണ്. ബുദ്ധിമാന്റെ ആരാധന മുകളിലോട്ടും ബുദ്ധിഹീനന്റെ ആരാധന കീഴോട്ടും പോകുന്നു. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അനുസരിച്ചുകൊണ്ട് പ്രത്യാശയുള്ളവനായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരാധിക്കുമെങ്കിൽ നിങ്ങളുടെ ആരാധന ബുദ്ധിയുള്ള ആരാധനയായി ഉയർത്തപ്പെടും. നിങ്ങളുടെ ആരാധന സ്വർഗം സ്വീകരിക്കുന്ന ആരാധനയായി മാറ്റപ്പെടും. പ്രിയരെ, ഒന്നറിയണം, എല്ലാ ആരാധനയും ദൈവം സ്വീകരിക്കുന്നില്ല. എല്ലാവരുടെയും ആരാധന ദൈവം കൈക്കൊള്ളുന്നില്ല. നിങ്ങൾ ഏതു നിലവാരത്തിലുള്ള ആരാധനയാണ് അർപ്പിക്കുന്നത്? ഒന്ന് പരിശോധിക്കുക. സ്വയം ആത്മപരിശോധനയ്ക്ക് വിധേയപ്പെട്ട് പരിശോധിച്ചറിയുക. നിങ്ങളുടെ ആരാധനയിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകട്ടെ. ദൈവം പ്രസാദിക്കുന്ന ആരാധന എങ്ങനെയുള്ളതെന്ന് മുകൾ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം കൂടപ്പിറപ്പുകൾ, നിങ്ങളുടെ ആരാധന യഥാസ്ഥാനപ്പെടുത്തുവാൻ താല്പര്യപ്പെടുക. യഥാസ്ഥാനപ്പെടുത്തിയ ആരാധന മാത്രമേ സ്വർഗം ആരാധന സ്വീകരിച്ച് ആരാധകരിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ എന്ന് തിരുവചനം വ്യക്തമാക്കുന്നതിനാൽ ബുദ്ധിയുള്ള ആരാധനക്കാരായ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിച്ച് ദൈവ കൃപ പ്രാപിച്ച് മുൻപോട്ടുള്ള ജീവിത പ്രയാണം നയിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ
ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഇന്ന് പ്രഭാതത്തിലും കർത്താവ് സാഹചര്യ സാവകാശം അനുഗ്രഹമാക്കി തന്ന വൻകൃപയ്ക്കായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ ബുദ്ധിമാന്മാരുടെ ആരാധന അർപ്പിച്ച് ബുദ്ധിമാന്മാരായി തന്നെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപ കൊണ്ട് എല്ലാവരും ഇന്ന് പകൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധന കീഴോട്ടുള്ള ആരാധനയാകരുതേ അപ്പച്ച. ഞങ്ങളുടെ ആരാധന, ഞങ്ങൾ ഉയർത്തുന്ന ആരാധന, ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധന മുകളിലോട്ട് തന്നെ എത്തുന്ന ആരാധനയാക്കി തീർക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ കർത്താവെ, ആ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി തന്നെ നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. അപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നയുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ പകർന്നാട്ട് മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് വേഗം വരും. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ദൈവത്തിൻ സ്നേഹത്തിലായമിത് വന്നിപ്പനാവിനാലാവതില്ലേ, എത്രയോ ശ്രേഷ്ഠമാൻ കരുതൽ എന്നു ഓർത്തിടും വൻകൃപയാ. ദൈവത്തിൻ സ്നേഹത്തിലായമിത് വന്നിപ്പനാവിനാലാവതില്ലേ, എത്രയോ ശ്രേഷ്ഠമാൻ കരുതൽ എന്നു ഓർത്തിടും വൻകൃപയാൽ. കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. നിന്നകലേറിടും വേളകളിൽ പഴുഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മാനം കരുന്നവൻ താങ്ങിടും നിത്യവും കർത്താ. നിന്നകലേറിടും വേളകളിൽ പഴുഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മാനം താങ്ങിടും നിത്യവും കർത്താ. കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. ഉറ്റവരേവരും കൈവിടുമ്പോ മരണത്തിൽ താഴ്വര പൂവിടുമ്പോ തെല്ലും ഭയമേനിക്കില്ല. ഉറ്റവരേവരും കൈവിടുമ്പോ കൂട്ടിനവേലന്റെ കൂടെ വരും. മരണത്തിൽ താഴ്വര പൂവിടുമ്പോ തെല്ലും ഭയമേനിക്കില്ല. കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്. ആയിരം ആയിരം നന്മകൾ പ്രാപിച്ച നാളുകൾ ഓട്ടിടുമ്പോ താരമില്ലീ ക്ലേശം മാറിയിടും. നാവേനാവേനെന്നും കൂടെയുണ്ട്. ആയിരം ആയിരം നന്മകൾ പ്രാപിച്ച നാളുകൾ ഓട്ടിടുമ്പോ താരമില്ലീ ക്ലേശം മാറിയിടും. നാവേനാവേനെന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 പകർന്നൊരു ശക്തിയിത്.
കൃപയാൽ 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 നിത്യ സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത്